ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദം. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറി. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ പിൻവാങ്ങിയതാണ് പാലം നിർമ്മാണം നിലയ്ക്കാൻ കാരണം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 600ഓളം പേരാണ് മത്സര രംഗത്തുള്ളത്. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ഏകാദശി നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. മുണ്ടൂർ ആറമ്പള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 100ഓളം വാഴകൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. വെള്ളം ലഭിക്കാതെ അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കളക്ടറുടെയും കമ്മീഷണറുടെയും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രായോഗികമായി അംഗീകരിക്കാൻ തിരുവമ്പാടി ദേവസ്വം തയ്യാറായില്ലെന്നും പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായി തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് പോയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പകൽ മുഴുവൻ പോലീസ് സംയമനം പാലിച്ചു. എന്നാൽ രാത്രി വെടിക്കെട്ടിന് മുന്നോടിയായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നടപടിക്രമങ്ങൾ നിയമപരമല്ലെന്ന് കണ്ടതോടെ പോലീസ് ഇടപെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ 2024 ഒക്ടോബറിലാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പും പൂരവും അടുത്തിരിക്കുന്നതിനാൽ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകില്ല. CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ലെന്നാണ് വിശദീകരണം. DIG തോംസൺ ജോസാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. 2020 കരാർ അംഗീകാരമായ പാലം അനാസ്ഥയും പ്രതികൂല കാലാവസ്ഥയും വിലങ്ങുതടിയായപ്പോൾ നിർമ്മാണം എങ്ങുമെത്താത്ത നിലയിലാണ്. പണി പാതി വഴിയിൽ നിൽക്കെ രൂപരേഖ മാറ്റിയതും എസ്റ്റിമേറ്റ് തുക ഇരട്ടിയായി ഉയരുകയും ചെയ്തതോടെ കരാറുകാർ പിന്മാറിയതാണ് പാലനിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഞെള്ളൂർ തോട്ടുരുത്തി തോട്ടിൽ വെള്ളം കൂടുകയും കോവിഡ് നിയന്ത്രണങ്ങളും കൂടിയായതോടെ 2021 ഫെബ്രുവരിയിലാണ് പാലം പണി തുടങ്ങിയത്. ഭരതയിൽ നിന്ന് കല്ലൂർ സുറായി പള്ളിക്ക് സമീപത്തുകൂടി മണലിപ്പുഴയിൽ ചേരുന്ന തോട്ടിൽ വെള്ളം ഉയരുന്നതിനാൽ ബണ്ട് കെട്ടിയാണ് പാലം പണിയുന്നത്. കൊടകരയിലെ സ്വകാര്യ കരാർ കമ്പനിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ കരാർ. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരാതിരിക്കാൻ ഇടയിൽ തൂണുകൾ ഇല്ലാത്ത വിധമായിരുന്നു പാലത്തിന്റെ രൂപകൽപ്പന. ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തിയ ശേഷം കോക്കനട്ട് പൈലിംഗ് നടത്തിയാണ് അന്ന് പണി തുടങ്ങിയത്. എസ്റ്റിമേറ്റിൽ പറയുന്നതിനേക്കാൾ അധികം തെങ്ങിൻ തടികൾ പൈലിംഗിന് ആവശ്യം വന്നിട്ടും അധികൃതർ വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. പാലത്തിന് ഉയരം കുറവാണെന്നും രൂപരേഖ മാറ്റണമെന്നും കരാറുകാർ വകുപ്പിനെ അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി തുടങ്ങാനായിരുന്നു വകുപ്പ് നിർദ്ദേശം. എന്നാൽ 2 മാസത്തിനു ശേഷം മഴയെത്തിയതോടെ തോട്ടിലെ ബണ്ട് പൊട്ടിച്ച് പണി മുടങ്ങി. 2022 ജനുവരിയിൽ വീണ്ടും ബണ്ട് കെട്ടി പണി തുടങ്ങി. ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പൈലിംഗ് പൂർത്തിയാക്കി. മാർച്ചിൽ വിദഗ്ധ സംഘം പൈൽ ഇന്റഗ്രിറ്റി പരിശോധന നടത്തി. വീണ്ടും 2023 ഏപ്രിലിൽ പണി തുടങ്ങി. മെയ്യിൽ ബണ്ട് പൊട്ടി, പണിയും മുടങ്ങി. 2024 ഏപ്രിലിൽ പാലത്തിന്റെ സ്ലാബ് പണി തുടങ്ങിയെങ്കിലും പാലത്തിന് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പണി തടഞ്ഞു. കരാറുകാർക്ക് കെട്ടിയ സ്ലാബ് പൊളിക്കേണ്ടി വന്നു. പാലത്തിന്റെ തൂണുകൾ 80 സെന്റിമീറ്റർ ഉയരം കൂട്ടണമെന്നും അതിനു മുകളിൽ സ്ലാബ് ഇടണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. 50 ലക്ഷം രൂപ കരാറിൽ പണിയാരംഭിച്ച പാലത്തിന്
പുതിയ എസ്റ്റിമേറ്റ് തുക 1 കോടിക്ക് മുകളിലായിരുന്നു. അതോടെ കരാറുകാർക്ക് പണി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലായി. തുടർന്ന് നിലവിൽ പൂർത്തിയായ പണിയുടെ തുകയും ഡെപ്പോസിറ്റും നഷ്ടപരിഹാരവും തീർത്ത് പണിയിൽ നിന്നൊഴിവാക്കാൻ കരാറ് കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ പാലം പണിയാൻ പുതിയ ടെൻഡർ വിളിക്കുകയായിരുന്നു അധികൃതർ. അതോടെ കരാറുകാർ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചു. അതോടെ ടെൻഡറും റീടെൻഡറും സ്റ്റേയും കോടതി നടപടിയുമായി പാലം പണിയും അവതാളത്തിലായി. TCV ന്യൂസ്, പുതുക്കാട്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാനയ്ക്ക് തൃശൂരിൽ തുടക്കമായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ 2 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായവർക്കായി പ്രത്യേകമായ ബഡ്സ് നയം കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധമായ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും തുല്യനീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിനു മാത്രമായി ഒരു നയം കൊണ്ടുവരാനും കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഒരു ബഡ്സ് പോളിസി തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൃശൂർ ഭാഗങ്ങളിലെ നാടൻ
വീണ്ടും വാർത്തകളിലേക്ക്. പൊതുപ്രവർത്തനത്തിന്റെ വേറിട്ട മാതൃകയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. ലീഡർ സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണനെ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നിയൂർ കൊളുത്ത് നടന്ന ചടങ്ങിൽ ലീഡർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഞാനൊരു രാഷ്ട്രീയം ആരംഭിക്കുന്നത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആരംഭിക്കുന്നത് മണ്ഡലം പ്രസിഡന്റും DCC എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട P ഗോപാലിനെ ഈ യോഗത്തിലേക്ക് വളരെ ചുരുക്കം ചില ആളുകളാണ് ഒരു ഫുൾ ടൈം പ്രാസംഗികരായിട്ടുണ്ടായിരുന്നത്. അന്ന് വക്കീലുമായിരുന്നു. പോക്സോ കേസിൽ ഗുരുവായൂർ പോലീസ് പ്രതിയാക്കിയ കാവീട് സ്വദേശി നവീനെ ചാവക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവിമുക്തനാക്കിയത്. പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് മഹിമ രാജേഷ് കോടതിയിൽ ഹാജരായി. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വിഭാഗങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ പട്ടികജാതി മോർച്ച വ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് അറിയിച്ചു. ഈ മാസം 16, 17, 18 തീയതികളിൽ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തും. 25, 26 തീയതികളിൽ പട്ടികജാതി MLA-മാരുടെ ഓഫീസുകളിലേക്കും വകുപ്പ് മന്ത്രി കേളുവിന്റെ വസതിയിലേക്കും മാർച്ച് സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പട്ടികജാതി മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, ജനറൽ സെക്രട്ടറി അമിതാഭ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലിയും നൊവേനയും ലതീജും നടന്നു. ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്തുപറമ്പിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ആഘോഷിക്കുന്നത്. കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളത്തിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. തുടർന്ന് കാളിയാറോട് പള്ളിക്കവാടത്തിൽ നിന്ന് മുട്ടുംവിളി, അറബന, ദഫ്മുട്ട് എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ എത്തിയാണ് കൊടിയേറ്റിയത്. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KA അബ്ദുൾ അസീസ് കൊടിയേറ്റി. പള്ളിജാറത്തിൽ ദിക്ർ ഹൽഗയും സ്വാലത്തും പ്രത്യേക ദുആ മജ്ലിസും നടന്നു. ശനിയാഴ്ചയാണ് ചന്ദനക്കുടം നേർച്ച. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് കാറും ബൈക്കും ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വഴിതിരിച്ചുവിടാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്ക് റോഡ് തിരിച്ചറിയാൻ കഴിയാതെ കൂട്ടിയിട്ട സ്ലാബുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രദേശത്ത് അപകട സൂചന ബോർഡ് സ്ഥാപിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ഷൊർണൂർ എളനാട് റൂട്ടിലോടുന്ന ജ്യോതിസ് ബസ്സും കാറുമാണ് കൂട്ടിയിടിച്ചത്. ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് ബസ് പ്രവേശിക്കുന്നതിനിടെ പഴയന്നൂർ ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചു. കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണം. 4 വർഷമായി നാട്ടുകാർ പൊടി തിന്ന് കഴിയുന്നതിനിടയിൽ ഒരാഴ്ച മുൻപാണ് തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിൽ ടാറിടൽ തുടങ്ങിയത്. തെക്കൻ താണിശ്ശേരി മുതൽ ഐരാണിക്കുളം വരെയുള്ള 1 കിലോമീറ്ററോളം ഭാഗം ടാറിടൽ നടത്തിയ ശേഷമാണ് പണി നിർത്തിവെച്ചത്. ഇതുവരെയുള്ള ബില്ലിൽ 45 ലക്ഷത്തോളം രൂപ കരാറുകാരന് ലഭിക്കാനുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ 13-നാണ് തുടങ്ങിവെച്ചത്. 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഒച്ചിന്റെ വേഗത്തിൽ പോലും നീങ്ങിയില്ല.
ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കും ഭാഗം പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് നിലവിൽ പണി ഏറ്റെടുത്ത കരാറുകാരനും മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. മണ്ണ് റോഡിൽ നിരത്തിയ ശേഷം പണി നിർത്തിവെച്ചിരിക്കുകയാണ്. പൊടിശല്യം കാരണം ഈ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഏറെക്കുറെ പൂട്ടിയ അവസ്ഥയിലാണ്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇനി എന്ന് ശേഷിക്കുന്ന ഭാഗം ടാറിടൽ നടത്തുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. TCV ന്യൂസ് മാള. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മ സംസ്ഥാന വ്യാപകമായി ഈ മാസം 17-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാംസ്കാരിക വകുപ്പ് നൽകിവരുന്ന കലാകാര പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 26-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി, ജില്ലാ പ്രസിഡന്റ് മനോ മോഹൻ, തൃശൂർ മേഖലാ പ്രസിഡന്റ് ED ഡേവിസ്, മേഖലാ സെക്രട്ടറി ID രഞ്ജിത്ത്, നന്മ സർഗ വനിതാ ജില്ലാ സെക്രട്ടറി ഷീലാമണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളവർമ്മ കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷൻ തയ്യാറാക്കിയ വിന്റേജ് വിക്ടേഴ്സ് സുവനീറിന്റെ ഔപചാരിക പ്രകാശനം നാളെ നടക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് A ഖാലിദ് അറിയിച്ചു. കേരളവർമ്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യസഭാ MP PP സുനീർ മുഖ്യാതിഥിയാകും. CV പാപ്പച്ചൻ, സതീഷ് ബാബു, PC ആന്റണി, PC വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കൊടുങ്ങച്ചിറയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലുള്ള കൊടുങ്ങച്ചിറ. 1ാം ജനകീയാസൂത്രണ പദ്ധതി കാലത്ത് ചിറ വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ചിറയുടെ വശങ്ങളിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുകയാണ് അന്നു ചെയ്തത്. പിന്നീട് 2 പതിറ്റാണ്ടിലേറെക്കാലം അവഗണനയിൽ കിടന്ന ചിറ നവീകരിക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്ത് നടപടികളുമായി മുന്നോട്ട് വന്നത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് 20 ലക്ഷം രൂപ ചെലവിൽ ചിറ നവീകരിച്ചു. നവീകരിച്ച ചിറയുടെ സമർപ്പണ ചടങ്ങിൽ 2ാം ഘട്ട വികസനത്തിനായി 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ പ്രതിനിധി PM ജോണി പറഞ്ഞു. 4 വർഷമായിട്ട് ഇതുവരേക്കും അതിന്റെ തുടർ പണികൾ നടക്കാനോ ഈ കുളത്തിന്റെ ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും ഇതിന്റെ ഓരോ കല്ലുകളൊക്കെ ഇളകിപ്പോയി, അല്ലെങ്കിൽ പണികളൊക്കെ അതിപ്പോ നിൽക്കാനാലോ കണ്ടോ, മരമൊക്കെ വീണ് ഇങ്ങനെ തെണ്ടികളൊക്കെ ക്ഷതം വന്നു കൊടുക്കും. ചിറയുടെ ഒരു വശത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക, ചിറയ്ക്ക് ചുറ്റും നടപ്പാതയും ഉദ്യാനവും ഒരുക്കുക, മിനി മാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പഞ്ചായത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ ചിറയെ അടയാളപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. 2 പറമ്പിന്റെ 2 കൂട്ടിലും കൂടിയിട്ട് കുളത്തിലേക്കുള്ള വഴി വെച്ചത് കൂടുതൽ പണികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് നാള് 4 ദിവസമായിട്ട് പണികളൊന്നും കുളത്തിന്റെ ബാക്കിയുള്ള പണികൾക്ക് ഒരു നടപടി. വെള്ളിക്കുളം വലിയതോട് പരിസരത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്ഥാപിച്ച് കൊടുങ്ങച്ചിറയിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ വേനലിൽ ചിറയിലെ ജലനിരപ്പ് ഉയർത്താനാകും. സമീപ പ്രദേശങ്ങളായ കുറിഞ്ഞിപ്പാടം, ഇണ്ണോട്, നായാട്ടുകുണ്ട്, ചൊക്കന എന്നിവിടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, കൊടകര. മണക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 172ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, K സഞ്ജീവ് മേനോൻ, MR ആംസൺ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ആചാരി തിരുവത്ര എന്ന പേര് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാകില്ല. റേഡിയോ നിലയങ്ങളിലേക്ക് ആചാരി തിരുവത്ര എന്ന മോഹൻദാസ് കത്തുകൾ അയക്കാൻ തുടങ്ങിയിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി സ്വദേശിയായ ആചാരി തിരുവത്ര 13ാം വയസ്സ് മുതലാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങിയത്. റേഡിയോ പങ്ക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് 40,000-ൽ പരം കത്തുകൾ ആകാശവാണിയുടെ വിവിധ ശാഖകളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ആചാരി പറയുന്നു. ഈ 13ാമത്തെ വയസ്സിൽ റേഡിയോ തുടങ്ങിയത് അതൊരു എന്തെന്നാ പറയുക, അതൊരു ഭയങ്കര അനുഭവമുള്ളൊരു കാര്യമാണത്. കാരണം അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ അയൽ വീടുകളിൽ പോയിട്ടായിരുന്നു ഞാൻ റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. ഈ എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു.
മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ആകാശവാണിയുടെ പരിപാടികൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും കൂടി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അന്ന് അത് കേട്ടിട്ടെങ്കിലും ഞാൻ എഴുതും. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ്. എല്ലാ റേഡിയോ പരിപാടികളും സ്ഥിരമായി കേൾക്കും. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു പോക്കറ്റ് റേഡിയോയാണ് ആചാര്യയുടെ സന്തത സഹചാരി. ജോലിയുടെ ഇടവേളകളിൽ റേഡിയോ പരിപാടികൾ ആസ്വദിക്കും. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതിക്കഴിഞ്ഞ് മാത്രമേ ഉറങ്ങാറുള്ളൂ. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ 63-കാരൻ. TCV ന്യൂസ്, ചാവക്കാട്. കൊടുങ്ങല്ലൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പരിശീലനം പൂർത്തിയാക്കിയ 132 കേഡറ്റുകളാണ് പങ്കെടുത്തത്. VR സുനിൽകുമാർ MLA സല്യൂട്ട് സ്വീകരിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുസ്വരതയുടെ ഇന്ത്യ. പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിക്ക് അരുണിമ സുരേഷ് KS, സെക്കൻഡ് ഇൻ കമാൻഡർ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 1ാം നമ്പർ പ്ലറ്റൂൺ സീനിയർ കേഡറ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത്. ഇതേ സമയം KPTM GGHSS കൊടുങ്ങല്ലൂരിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. KPTM GGHSS കൊടുങ്ങല്ലൂരിന്റെ സീനിയർ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. VKRM GHS പുല്ലൂറ്റിന്റെ സീനിയർ കേഡറ്റായ ആമിന ഡൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ കൊടകര പന്തല്ലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ഈ മാസം 14 മുതൽ 16 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 14-ന് വിശേഷാൽ പൂജകൾ, കലാപരിപാടികൾ, 15-ന് വൈകിട്ട് മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ ചെണ്ടുകാവടി, ശിങ്കാരിമേളം, ഭജൻ സന്ധ്യ, 16-ന് പുലർച്ചെ രാമചന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ പൊഴിയോരത്ത് ബലിതർപ്പണം എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ രവീന്ദ്രൻ കല്ലുംപുറം, പ്രശാന്ത് കളരിക്കൽ, സജീഷ് തറയിൽ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ മുന്നോടിയായി സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗം ചേർന്നു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് TN നാരായണൻ നമ്പൂതിരി, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, കൗൺസിലർമാരായ ജിൽ ആന്റണി, KB ഉണ്ണികൃഷ്ണൻ, VJ ജോജി, ജനറൽ കൺവീനർ MC ഗോപികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 21-നാണ് താലപ്പൊലി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ കേപ്പിംഗ് സെറമണി നടന്നു. പ്രധാന അധ്യാപിക KS ജെൻസി കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. യൂണിറ്റ് ലീഡർ കാർത്തിക MP പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ കേഡറ്റുകളായ നിവേദ്യ കൃഷ്ണ, ഏഞ്ചൽ റോസ്, KP അമേയ, ജിനോ C ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ദേശീയ അമച്വർ നാടകോത്സവവും കലാസാധക സംഗമവും ഈ മാസം 15, 16, 17, 18 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. രക്ഷാധികാരി K. കിട്ടുനായർ, ചെയർമാൻ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ, കൺവീനർ സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയായി. 50 ലക്ഷം ചെലവിൽ സ്ഥാപിച്ച പാലാമ്പ്രയിലെ സംഭരണിയിൽ വെള്ളമെത്തിച്ചാണ് പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയാക്കിയത്.
പതിറ്റാണ്ടുകളായി രൂക്ഷമായ ജലക്ഷാമമാണ് പാലാമ്പ്ര കുന്നിലുണ്ടായിരുന്നത്. സ്ഥലമെടുപ്പിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലും തടഞ്ഞുനിന്ന തോട്ടുമുഖം പദ്ധതിക്ക് 3 ഘട്ടങ്ങളിലായി 12 കോടി രൂപയാണ് ഇറിഗേഷൻ വകുപ്പ് ചെലവഴിച്ചത്. ശുദ്ധീകരണ പ്ലാന്റ് കൂടി യാഥാർത്ഥ്യമായാൽ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പദ്ധതിയുടെ 3ാം ഘട്ടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്ര P ഭായ് എന്നിവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ALP സ്കൂൾ വാർഷികം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേനക സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷത വഹിച്ചു. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു തൈക്കാടൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബബിമോൾ അധ്യക്ഷത വഹിച്ചു. മൃദംഗ കലാകാരൻ സനോജ് ഗുരുവായൂർ, പ്രിൻസിപ്പൽ P സീന, I സതീഷ് കുമാർ, TJ വർഗീസ്, EC ശരത്, TJ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദം, പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറി. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. ഞെള്ളൂർ വെണ്ടോർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ പിൻവാങ്ങിയതാണ് പാലം നിർമ്മാണം നിലയ്ക്കാൻ കാരണം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 600ഓളം പേരാണ് മത്സരരംഗത്തുള്ളത്. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ഏകാദശി നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ കാണുവാനെത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. മുണ്ടൂർ ആറമ്പള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 100ഓളം വാഴകൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. വെള്ളം ലഭിക്കാതെ അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്കു ഭീഷണി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.